Hey, Matt. Hey. How is your studies going? Oh, it's cool. Okay. I mean, I'm doing well. How about your extracurricular activities? What? Like, hobbies, I mean. Oh, hobbies. Oh, okay. I watch movies, I listen to music, and I watch TV. No, that's what I meant. I mean, like writing, reading, novels and poetry, stuff like that. Oh, does Tupac and 50 Cent count? 50 cents? What is that? You haven't heard of 50 Cent? Oh, no, I never heard about that. Oh my God, then here, listen. Yeah, it's okay. Nice, right? Yeah, it's okay. That's enough for me now, yeah. റിൻസി ചേച്ചിയുടെ ബ്രദർ അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഹൈറ്റും ഫേസും എല്ലാം കണ്ടപ്പോ മനസ്സിലായി. റിൻസി ചേച്ചിക്ക് താടി വളർന്ന കൂട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് വാസ് ഓക്കെ. പക്ഷെ ആ ലണ്ടനിലുള്ള വെയിറ്റ് ഉണ്ടല്ലോ, അത് ഇച്ചിരി ഭയങ്കരം തന്നെ. അത് പിന്നെ പറയണോ? അതിന്റെ അകത്തോട്ട് കയറിയിട്ട് എല്ലാരും 1 മണിക്കൂർ കഴിഞ്ഞല്ലേ ഇറങ്ങി വരുന്നത്. അല്ല, ആ പിള്ളേരെന്ത് അവര് കഴിച്ചോ? അവർക്ക് ചോറൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ അവർക്ക് ഇച്ചിരി പാസ്ത ഉണ്ടാക്കി. അച്ചായനാണേലോ ചോറും മീനും ഇല്ലെങ്കിൽ അത്താഴം ഇറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ ഇറ്റാലിയനും ഇന്ത്യനും ഉണ്ടാക്കണം ഞാൻ. എന്റെ അളിയ, അതിന് പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവള് കൊഞ്ചിച്ച് അവരെ വഷളാക്കുന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇവള് ഈ ഞാഞ്ഞൂല് പുഴുങ്ങി വെക്കണമല്ലോ കുറെ സാധനം ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കും. എന്നിട്ട് കുറെ തക്കാളി കുഴമ്പ് ഒഴിച്ചു കൊടുക്കും. വിഷമിച്ചാണേലും അവനത് വയറ് നിറച്ച് തിന്നോളും. നല്ല ആവോലി ഇതുപോലെ പുടമ്പളി ഇട്ട് പറ്റിച്ച് വെച്ചാണല്ലോ അവർക്ക് ചോറ് ഇറങ്ങിയല്ല. എന്നാ പറയാനാ, സായിപ്പ് എന്ത് കാണിച്ചാലും അതേപടി അങ്ങോട്ട് നോക്കി ചെയ്യല്ലേ നമ്മുടെ ആളുകള്. അല്ല, ഒരു കണക്കിന് എപ്പോഴും ഇങ്ങനെ ചോറും മീൻകറിയും ഒക്കെ ആയാലും എങ്ങനെയാ, ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് വേണ്ടേ. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. ഓ, ദാറ്റ് റിമൈൻഡ്സ് മീ, നമ്മള് ചെറുപ്പത്തിൽ പഠിച്ച 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പോയം ഉണ്ടല്ലോ. 7ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പം ഈ ബാബാ ബ്ലാഷ് അല്ല, റോബർട്ട് ഫോസ്റ്റിന്റെ woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep, and miles to go before I sleep. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാനാണേലും കൊച്ചിലെ പഠിച്ചതെല്ലാം മറന്നുപോയെന്നാ വിചാരിച്ചത്. ഐ എം ഇംപ്രസ്ഡ് വിത്ത് മൈസെൽഫ്. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചാലുള്ള ഗുണം. ഞാൻ ആ മാറ്റിനോട് അവന്റെ ഹോബീസിനെ പറ്റി ചോദിച്ചു. ഐ എം വെരി ഡിസപ്പോയിന്റഡ്. ജോർജിന് ചെയ്യാവുന്നതിന് ചില ലിമിറ്റൊക്കെ ഇല്ലേ. റിൻസി, യു ഷുഡ് ടേക്ക് സം ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡീസ്. ചെറുപ്പത്തിലെ അവരുടെ ആ റീഡിംഗ് ഹാബിറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട പ്രായമല്ലേ. ഇതെന്നാടാ, എപ്പോ നോക്കിയാലും ഒരു വായനയാണല്ലോ. നീ എന്തി അപ്പുറത്തേക്കൊന്നും വരാത്തെ? അത് പിന്നെ ചേട്ടായി, റിൻസി ചേച്ചിയുടെ ബ്രദർ അപ്പുറയില്ലേ, പുള്ളിക്കാരൻ നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല. റിൻസി ചേച്ചി എന്നാ പാവോ. അതെ, റിൻസി ചേച്ചിയുടെ മിടുക്കൊന്നും അല്ല, എന്റെ മിടുക്ക. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഏതൊരു പെൺകുട്ടിയും കളിമണ്ണ് പോലെയാ. നമ്മളതിനെ എങ്ങനെ വാർത്തെടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി ജീവിതം. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് റിൻസിയും വലിയ കൊമ്പത്തെ വാചകടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്, വല്ലതും മിണ്ടുവോ? അത് പിന്നെ റിൻസി ചേച്ചിക്ക് അറിയാം ചേട്ടായോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. ചേട്ടായി, തമിഴിലൊരു ചൊല്ലുണ്ട്, ഈ കഴുതയ്ക്ക് തെരിയുമാ കർപ്പൂര വാസന. നീ എന്നെ സ്പാനിഷ് പഠിപ്പിച്ച ഒരു പരുവത്തിലാക്കി. ഇനി നീ എന്നെ തമിഴ് പഠിപ്പിക്കരുത്. എടാ, നമ്മുടെ അളിയച്ചാർക്ക് അമേരിക്കയിലെ ജീവിത രീതികളൊക്കെ ഒന്ന് പഠിക്കണമെന്ന്. അതിനുവേണ്ടി ഇവിടെ ജനിച്ചു വളർന്ന കുറെ ആൾക്കാരായിട്ടൊക്കെ മൂപ്പന് സംസാരിക്കണം. ഏതാണ്ട് റിസർച്ചോ ബുക്കോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കാനാ. എന്നെ ഒന്നും വിളിച്ചേക്കല്ലേ, എനിക്കുമല്ല. അല്ലെങ്കിൽ തന്നെ പുള്ളിക്ക് എന്നോടൊരു മതിപ്പില്ല. ഇനിയിപ്പോ നിന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അങ്ങനെ റിൻസിയും പിള്ളേരായിട്ട് നാട്ടിലേക്ക് പോകും. അതല്ലടാ, നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് പുള്ളിക്കാരനായിട്ടൊന്ന് ഇടിച്ചു നിൽക്കാൻ? ഒരാളുണ്ട്, നമ്മുടെ സയന്റിസ്റ്റ്. പുള്ളിക്കാരനെ വിളിച്ചാലോ? മഞ്ഞു കൊള്ളിക്കരുത്.
എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് വൈൻ മസ്കാറ്റ് എന്നൊരു പ്രത്യേക ടൈപ്പ് വൈനാണ്. ഇതിൻ്റെ ഫ്ലേവറിന് അതിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മിഡിൽ ഈസ്റ്റിൽ എവിടുന്നോ വരുന്നത്. അല്ലല്ല, ഈ മസ്കാറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതരം മുന്തിരിച്ചെടിയുടെ പേരാണ്. മസ്കാറ്റിന്റെ പേരിൽ ആ ചെടിയിൽ നിന്ന് എത്രയോ കമ്പനികൾ വൈൻ ഉണ്ടാക്കുന്നു. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വൈനാണത്. ഓക്കെ കമ്മിങ് ടു അവർ പോയിന്റ്. സി ദ പ്രോജക്റ്റ് വാസ് എ സക്സസ്. ഞാൻ അന്നേ പറഞ്ഞതാ, ഈ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ബൂസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്പോൺസ് കിട്ടില്ല എന്നുള്ളത്. ഇത് ഞാൻ പണ്ട് വായിച്ച സയൻസ് ജേർണലിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. വായനയുടെ വർക്കിലുള്ള ഇൻഫ്ലുവൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ലൈക്ക് ഡെയിലി ലൈഫില് ഫോർ എക്സാമ്പിൾ സദ്യ ആൻഡ് കുക്കിങ്ങിലൊക്കെ ഒരു പ്രത്യേകത ഇല്ലേ, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ള അതാണ് എന്റെ ഒരു സംശയം. ഫോർ എക്സാമ്പിൾ ഇന്ന് സാറിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു രാവിലെ? ടുഡേ ഐ ഹാഡ് ടോസ്റ്റഡ് ബ്രെഡ് ആൻഡ് ഹാം. അതാണ് എനിക്ക് വേണ്ടിയത്. അതാണ്. അത് ഇന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ബുധനാഴ്ചകളിൽ ഞാൻ മാവിന് അരി വെള്ളത്തിലിടുന്നതാ. ഷൈനിക്കാണെ ആഴ്ച 2 ദിവസം ദോശ വേണം. ഇവിടെ മാവൊന്ന് പുളിച്ചിട്ട് എന്നാ പ്രയാസാന്ന് അറിയാമോ? പളിയ അപ്പൊ ഞാൻ വരണ്ടെന്നുള്ളത് ഉറപ്പാണോ? ഡോണ്ട് വറി അബൌട്ട് ജോർജ്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഈ രാജ്യത്ത് യാത്ര ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ട്. മാത്രമല്ല എന്റെ റിസർച്ചിന് ഐ വാണ്ട് മീറ്റ് വിത്ത് ലോക്കൽ പീപ്പിൾ. അതിനെപ്പോഴും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ആ യെല്ലോ പേജിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൺ മിസ്റ്റർ കാർട്ടർ ഈസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. അല്ല, അപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ മൊബൈൽ അറിയാമല്ലോ, അതങ്ങ് വിളിച്ചേച്ചാ മതി. അത് ഞാൻ റിൻസിയെ വിളിച്ചോളാം. 457 Central. I got a pickup in Westville, New Jersey. You go home, you go in there. Receive? Mr. Carter, let's get some breakfast first. എന്റെ പൊന്ന് സാറേ, മലയാളത്തിൽ പറഞ്ഞോ മതി. ഇംഗ്ലീഷ് കേട്ട് മടുത്തിരിക്കുക. മലയാളിയാണോ? അപ്പം ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി? സാർ ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചതാണ്. പിന്നെ ഇന്ന് താടി മീശം കണ്ടപ്പം ഉറപ്പിച്ചതാണ് മലയാളിയാന്ന്. സോ എനിവേ, ബ്രേക്ക്ഫാസ്റ്റിന് എവിടെയാ? ഒരു നല്ല ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ. നോ ഇന്ത്യൻ വേണ്ട, നല്ല ഒതന്റിക് ആയിട്ടുള്ള അമേരിക്കൻ റെസ്റ്റോറന്റ് ഉണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. അവിടെ ബൈ ദ ബൈ, ഈ കാർട്ടർ എന്നുള്ള പേര് എങ്ങനെ വന്നു? ഞാൻ അങ്ങനെ മലയാളികൾക്ക് കേട്ടിട്ടില്ല ആ പേര്. ഒറിജിനൽ പേര് കർത്താന്നാണ്. പിന്നെ ഇവിടെ വന്നപ്പോ ഒരു ജാടക്കിട്ടതാണ് കാർട്ടർ. How are you, sir? Are you ready to order? I'm kind of confused with the menu. I prefer real American breakfast. Can you help with this? You have any suggestion? സാറേ, ഉള്ളത് പറയാലോ. ഇവിടെ നമുക്ക് വായിക്ക് രുചിയായി കഴിക്കാൻ പറ്റിയ ഒരു സാധനമില്ല. പിന്നെ ആകെ കൂടി ഉള്ളത് പാൻകേക്സ് ആണ്. അതാണെങ്കിൽ ഇത് കാണാനെങ്കിലും ദോശ പോലെ ഉണ്ടാവും. ഒരെണ്ണം ഓർഡർ ചെയ്യട്ടോ. താനും മലയാളിയാണല്ലേ? Excuse me, may I sit here? Oh, it's my pleasure. Take your seat. Yeah. Thank you. My name is Deb. Oh, I'm Roy. It's nice meeting you. Nice to meet you. Are you from India? Yeah, I'm from India. What part? It's a small state called Kerala. Kerala, really? My husband is from Kerala. He's been teaching me Malayalam. I've been hoping to meet someone to try out my language skills. Sukomuno. Endoke undo vishishangal.